ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഫിയാണ്. ഞാനിപ്പോൾ വയനാട് വൈത്തിരിയിലാണ് കേട്ടോ. എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു മോഡിഫൈഡ് ജോങ് കാണുന്നില്ലേ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനൊക്കെ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും. വയനാട്ടിലെ വോ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വരുന്ന 2024 ഫെബ്രുവരി 17-18 തീയതികളിൽ വയനാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് റൈഡിംഗ് ഗ്രൂപ്പായ റോയൽ റൈഡേഴ്സും അതേപോലെ തന്നെ DTPസും കൂടി ചേർന്നുകൊണ്ട് വയനാട് മോട്ടോ ടൂർ 2024 എന്ന പേരിൽ ഒരു ടൂറിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് കേട്ടോ. എൻ്റെ ഗേറ്റിൽ നിന്നാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ ഞാനും പ്രേംതരനും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ റൂട്ട് റെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്വഞ്ചർ പാർക്കിനകത്തൂടെയാണ് ഇപ്പം റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററാണ് ഈ ഒരു ടൂർ പ്രോഗ്രാം ഉള്ളത്. അതിൽ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സീഗോഡ് ബാണാസുര അവിടെയാണ് സ്റ്റേ. അതിനിടയിൽ നമുക്ക് ടീ പ്ലാന്റേഷൻ, അതേപോലെ തന്നെ കോഫി പ്ലാന്റേഷൻ, ബാക്ക് വാട്ടർ ഏരിയ, കബനി ബാക്ക് വാട്ടർ ഏരിയ, ഫോറസ്റ്റ് ഏരിയ, ഇതൊക്കെ കവർ ചെയ്തിട്ട് ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു റൈഡാണ് ഈ ഒരു വയനാട് മോട്ടോ ടൂർ കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ പാർക്ക് കയറി എന്താ പറയുക, ഒരു സർക്കിളായിട്ടാണ് വരുന്നത്. തിരിച്ച് ഇവിടെ തന്നെ എക്സിറ്റ്. ഇനി നേരെ ഹൈവേ കൂടെ ബത്തേരി പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ വോ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി കൽപ്പറ്റ ബൈപ്പാസിലൂടെ മീനങ്ങാടിയും കഴിഞ്ഞ് കേരളത്തിലെ തന്നെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയായ സുൽത്താൻ ബത്തേരിയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളി റോഡിലുള്ളത് കേട്ടോ. അപ്പോൾ ആ പ്രേമത്തേട്ടൻ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയ ഒരു 35 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പുൽപ്പള്ളി ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാവിലാന്തോട്, പഴശ്ശിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മാവിലാന്തോട് എന്ന സ്ഥലത്തെത്തും. അപ്പോൾ നമ്മളിതാ മാവിലാന്തോടല്ലോ കേട്ടോ. പഴശ്ശിയുടെ പടയോട്ടക്കാലത്ത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഇതൊരു ലാൻഡ്സ്കേപ്പ് മ്യൂസിയം കൂടിയാണ്. മാവിലാന്തോട് നമ്മൾ നേരെ ചേകാടിക്കുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ 10 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ അടുത്ത ഫോറസ്റ്റ് ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, തേക്ക് പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പക്ക നാച്ചുറൽ ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. കർണാടകയോട് ചേർന്ന് നടക്കുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് ഈ ഒരു ചേകാടി എന്ന് പറയുന്നത്. ഫുള്ള് വയലാണ്, ഫുള്ള് കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പരന്ന് കിടക്കുന്ന വയലേരിയ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമ്മൾ ഈ റൂട്ടിനാണ് പോകുന്നത്. ചേകാടി പാലം, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാവലി. ഈ ജംഗ്ഷൻ കാണുന്നത് റൈറ്റിലേക്ക് മൈസൂർ, ബാവലി നമ്മളെ ബോർഡറാണ്. നമ്മൾ പോകുന്ന ഈ റൂട്ടിലേക്കാട്ടോ. നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് പ്രിയദർശിനി ടീ പ്ലാന്റേഷനാണ്. നമ്മളിതാ പ്രിയദർശിനി ടീ പ്ലാന്റേഷൻ്റെ എൻട്രൻസ് ഗേറ്റിലുള്ള കേട്ടോ. ഇവിടെ നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. ഓക്കെ, ഈ റോഡിന് ഇങ്ങനെ കയറി ലാസ്റ്റ് കറങ്ങി ഈ റോഡ് തന്നെ നമുക്ക് തിരിച്ചു വരും. ഇതാണ് റോഡ് കണ്ടീഷൻ കേട്ടോ. ആകെ ഒരു 10-200 മീറ്റർ കഴിഞ്ഞാൽ റോഡ് കണ്ടീഷൻ മാറിട്ടോ. പക്ക ഓഫ് റോഡായി. മുന്നിൽ കാണുന്നതാണ് മക്കളെ ട്രാക്ക്, ആണല്ലേ? ലൊക്കേഷൻ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ കേട്ടോ. ബോർഡർ ഫോറസ്റ്റ് ഏരിയ ആണ്. അതിനകത്ത് വലിയൊരു മലയൊക്കെ കാണും, അല്ലേ? വേണ്ടട്ടാ ഇങ്ങനെയുണ്ട്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. കയറ്റം കഴിഞ്ഞതാ ചെറിയൊരു ഏരിയ, നോർമൽ പ്ലെയിൻ ഏരിയ ആണ്. പക്ഷെ എന്നാലും റോഡ് കുറച്ച് റഫാണ് കേട്ടോ. സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടേക്ക് വന്നിട്ട് കയറി വന്ന് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക.
വീണ്ടും രണ്ടിലോട്ടല്ലേ വന്നിട്ടുണ്ടാവുള്ളൂ. പ്രിയദർശിനി പ്ലാന്റേഷനകത്തുള്ള ഈ റൂട്ട് നമ്മൾ ആ ഗേറ്റിൽ നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അതിൽ കയറുന്ന ആ ഗേറ്റ് കഴിഞ്ഞ ഒരു 10-200 മീറ്റർ കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. ലെവൽ വേറെയാണ്. ഒരു സൈഡ് ഫോറസ്റ്റ് ആംബിയൻസ് ആണ്, ഒരു സൈഡ് പ്ലാന്റേഷനാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഈ ഒരു ട്രിപ്പിൽ എന്താ പറയുക, ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീലുള്ളൊരു വൈബുള്ള ട്രാക്കാണ്. അപ്പോൾ നമ്മളിതാ തിരിച്ചെത്തി. ഏകദേശം ഒരു സർക്കിള് ഒരു 5 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വൈത്തിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 160 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മൾ സീകോട്ട് ബാണാസുര റിസോർട്ടിൽ എത്തുമ്പോഴത്തേക്കും പശ്ചിമഘട്ടത്തിലെ പല വ്യൂസും അതേപോലെ തന്നെ പല ടെറൈനും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ടീ പ്ലാന്റേഷൻ ഉണ്ട്, കോഫി പ്ലാന്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ വയലേരിയ, ട്രൈബൽ കോളനി, അതേപോലെ തന്നെ ബാക്ക് വാട്ടർ ഏരിയ. അതേപോലെ തന്നെ ബത്തേരി കഴിഞ്ഞിട്ട് പുൽപ്പള്ളിയിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയി. പക്ക ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓരോ ഏരിയയിലും ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അങ്ങനത്തെ തരത്തിലാണ് ഈ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലുള്ള ഓഫ് റോഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രാക്ക് അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വരിക, വന്നിട്ട് എൻജോയ് ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക്, കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ റെഡ്ഗസിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി, സൈനിങ് ഓഫ്.